പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ ആരാധന വർഷത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ഒന്നാണ് വലിയ ആഴ്ച അഥവാ വിശുദ്ധ വാരം എന്നറിയപ്പെടുന്ന 8 ദിവസങ്ങൾ. ഓശാന ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ദിവസം ആരംഭിച്ച് യേശുവിൻ്റെ ഉത്ഥാനം അനുസ്മരിക്കുന്ന ഞായറാഴ്ചയിൽ അവസാനിക്കുന്ന ഈ 8 ദിവസത്തെ വലിയ ആഴ്ച എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ ആഴ്ച എന്ന് പറയാൻ കാരണം മനുഷ്യരക്ഷയെ സംബന്ധിച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവം നിറവേറ്റിയത് ഈ ഒരു ആഴ്ചക്കാലത്താണ്. അതാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച ആരംഭിച്ച് ഉത്ഥാന ഞായറാഴ്ച അവസാനിക്കുന്ന ഈ 8 ദിവസം അനേകം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. യേശുവിൻ്റെ രാജകീയമായ നഗരപ്രവേശം, അതിന് പിന്നാലെ നടന്ന ദേവാലയ ശുദ്ധീകരണം, പിന്നീട് പെസഹ വ്യാഴം എന്നറിയപ്പെടുന്ന ദിവസം യേശു നടത്തിയ അപ്പം വിഭജിച്ചു കൊടുക്കൽ ശുശ്രൂഷ, പിന്നീട് യേശുവിൻ്റെ ബന്ധനം, വിചാരണ, കുരിശുമരണം, സംസ്കരണം, ഉത്ഥാനം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആഴ്ചയിൽ സഭ അനുസ്മരിക്കുന്നത്, ആഘോഷിക്കുന്നത്. നമ്മൾ ഈ ഒരു ആഴ്ചത്തെ പ്രധാന തിരുനാളുകൾ, പ്രധാന സംഭവങ്ങൾ ധ്യാന വിഷയമാക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇന്ന് നമ്മൾ ഓശാന ഞായറാഴ്ചയെ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്, ധ്യാനിക്കുന്നത്. അതിനൊരുക്കമായി മത്തായി എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21, തിരുവചനങ്ങൾ 1 മുതൽ 11 വരെ. അവർ ജെറൂസലമിനെ സമീപിക്കവേ ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്ത്ഫഗയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവർ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന! കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറൂസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, 4 സുവിശേഷകന്മാരും വലിയ വ്യത്യാസങ്ങളൊന്നും കൂടാതെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട യേശുവിൻ്റെ നഗരപ്രവേശനം. ഓശാന ഞായർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ജയ്വിളികളുടെ മധ്യേ യേശു കഴുതപ്പുറത്ത് ജെറൂസലമിലേക്ക് പ്രവേശിച്ചതിൻ്റെ അനുസ്മരണമാണ് നടത്തുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഇതിലൂടെ എന്തു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത്? അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ ഇനി നടത്തുക. ഈ സംഭവം ഒരു ഞായറാഴ്ചയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ പറയും, പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ യേശു ബെഥാനിയയിലേക്ക് വന്നു. അവിടെ അവനൊരു വിരുന്നൊരുക്കി. യേശുവിൻ്റെ നഗരപ്രവേശനത്തിന് തൊട്ടു മുമ്പുള്ള വൈകുന്നേരം സന്ധ്യയ്ക്ക് യേശു തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ വീട്ടിലേക്ക് വന്നു. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് അധികം ദിവസങ്ങളായിരുന്നില്ല. അവർക്ക്, യേശുവിനും ശിഷ്യന്മാർക്കും അവർ ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നിൻ്റെ മധ്യേ യേശുവിൻ്റെ കാൽക്കൽ വന്ന് മറിയം ഒരു പാത്രം സുഗന്ധതൈലം
അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ കാലിൽ പൂശി. മാത്രമല്ല ഈ പാദത്തിൽ പൂശിയതിന് ശേഷം തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ സംഭവം മത്തായി മർക്കോസും അല്പം താമസിച്ചാണ്, യേശുവിൻ്റെ പെസഹായുടെ തൊട്ട് മുമ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മത്തായിയും മർക്കോസുമാണോ അതോ യോഹന്നാനാണോ കൃത്യമായി ചരിത്രവസ്തുത അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്. യോഹന്നാൻ്റേതാവാനാണ് കൂടുതൽ സാധ്യത എന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ കരുതുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ പാദത്തിൽ ഇത്രയും വിലയേറിയ 300 ദനാറ വിലപ്പെട്ട ഈ സുഗന്ധതൈലം കാലിൽ പൂശിയത് ഒരു നഷ്ടമായി, വൃഥാ ഉള്ള ചിലവായി, പാഴ്ചിലവായി കണ്ട ശിഷ്യന്മാർ, പ്രത്യേകിച്ചും യൂദാസ്, അതിനെതിരെ പിറുപിറുത്തു. എന്തിനീ ദുർച്ചെലവ്? ഈ സുഗന്ധ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ആ പണം പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് അവരുടെ ചിന്ത. യേശു പറഞ്ഞു, അവളെ വെറുതെ വിട്ടേക്കുക. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. യേശുവിൻ്റെ കാലിൽ തൈലം പൂശുന്നതിന് യേശു തന്നെ കൊടുക്കുന്ന ഒരു വിശദീകരണമാണ്, അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആഘോഷപരമായ നഗരപ്രവേശനത്തിന് തൊട്ടു മുമ്പ് തന്നെ യേശു പറയുന്നു, ഇവളെൻ്റെ സംസ്കാരത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പൂശുകയാണ്, അഭിഷേകം ചെയ്യുകയാണ്. യേശുവിൻ്റെ തലയിലല്ല, പാദത്തിലാണ് അഭിഷേകം ചെയ്യുന്നത്. മത്തായി മർക്കോസും പറയും, എഴുതിയിരിക്കുന്നത് യേശു തലയിൽ അവർ തൈലം പൂശി എന്നാണ്. പക്ഷേ ഇവിടെ യോഹന്നാൻ എടുത്ത് പറയുന്ന ഒരു പാദത്തിലാണ് തൈലം പൂശുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? സാധാരണഗതിയിൽ ശവശരീരത്തെയാണ് പാദത്തിൽ പൂശുന്നത് എന്ന് പറയാറുണ്ട്. തലയിൽ തൈലം പൂശുന്നത് അഭിഷേകത്തിൻ്റെ അടയാളമാണ്. ഇവിടെ ഒരു അഭിഷേകമാണ്. സാധാരണഗതിയിൽ രാജാക്കന്മാരാണ് അഭിഷേകം ചെയ്യുക, അല്ലെങ്കിൽ പുരോഹിതനെയും അഭിഷേകം ചെയ്യാറുണ്ട്. രാജാവിനെയും പുരോഹിതനെയും അഭിഷേകം ചെയ്യുന്നത് പുരോഹിതനാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ്, സാമുവേൽ ചെയ്തതുപോലെ. അത് തലയിലാണ് പൂശുക. പക്ഷേ ഇവിടെ യേശുവിൻ്റെ തലയിലല്ല, പാദത്തിലാണ് പൂശുന്നത്. അതും ഒരു പുരോഹിതനല്ല, ഒരു സ്ത്രീയാണ്, മറിയം. അവളെ മഗ്ദലേന എന്ന് വിളിക്കാതിരിക്കുക, അവളെ പാപിയാണെന്ന് കണക്കാക്കാതിരിക്കുക. അത് രണ്ട് വ്യത്യസ്തമാണ്. ലാസറിൻ്റെ സഹോദരി മറിയമാണ് യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശിയത്. യോഹന്നാൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ നടക്കുന്നൊരു അഭിഷേകമാണ്, യേശുവിൻ്റെ രാജാഭിഷേകം. യേശുവിനെ രാജാവായി അടുത്ത ദിവസം ജനങ്ങൾ ഏറ്റുപറയുന്നതിന് മുമ്പേ അതിനുവേണ്ടി ഒരുക്കുകയാണ് തൈലാഭിഷേകത്തിലൂടെ. അപ്പോൾ യേശുവിനെ അഭിഷേകം ചെയ്യുന്ന പുരോഹിതനല്ല, ഒരു സ്ത്രീയാണ്. അതും തലയിലല്ല, കാലിലാണ്. ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം, യേശുവിൻ്റെ രാജാഭിഷേകം നടക്കുന്നത് അഥവാ യേശു രാജാവായി തീരുന്നത് മരണത്തിലൂടെയാണ്. പിന്നീട് യോഹന്നാൻ പറയും, യേശുവിനെ അവർ കുരിശിൽ ഉയർത്തുകയാണ്. കുരിശ് യേശുവിൻ്റെ സിംഹാസനമായി, കുരിശിൽ ഉയർത്തുന്നത് സിംഹാസനാരോഹണമായി കാണുന്ന യോഹന്നാൻ തന്നെയാണ് ഇവിടെ യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴിങ്ങനെ അഭിഷേകം ചെയ്ത് യേശുവിനെ ഒരുക്കുകയാണ്. ഇപ്രകാരം അഭിഷിക്തനായ രാജാവാണ് പിറ്റേ ദിവസം രാവിലെ ജെറൂസലത്തേക്ക് വരുന്നത്. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട് ബെഥാനിയായിരുന്ന ജെറൂസലമിലേക്ക്. അത് ഒലിവ് മല കടന്നാണ് വരിക. അപ്പോൾ ഒലിവ് മലയിലേക്ക് വരുമ്പോൾ യേശു 2 ശിഷ്യന്മാരെ മുൻകൂട്ടി പറഞ്ഞയക്കുന്നു, നിങ്ങൾ എതിരെ ചെല്ലുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതയെ കാണും. ഒരു കഴുതയോ 2 കഴുതയോ? മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയും കഴുതയും കഴുതക്കുട്ടിയും. മറ്റു സുവിശേഷകന്മാർ ഒരു കഴുതക്കുട്ടി എന്നാണ് പറയുക. ഇതായാലും ഒരു ചെറിയ കഴുതയെന്നല്ല അർത്ഥമാക്കുന്നത്, ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത എന്നേ അർത്ഥമാവുന്നുള്ളൂ. അപ്പോൾ എന്താണ് 2 കഴുതയുടെ ആവശ്യം? മത്തായിയിലാണ് ഈ പ്രശ്നമുള്ളത്. ഇത് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്ന് കൂടി ഓർക്കുക. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ ഇപ്രകാരമാണ് കാണുന്നത്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് എന്നാൽ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയുടെ പുറത്താണ് വരുന്നതെന്നർത്ഥം. ഇത് പിന്നീട് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്തുനിന്ന് ആയി ഗ്രാമറിന് വന്ന പ്രശ്നമാകാം. അഥവാ മറ്റു പലർ പറയാറുണ്ട്, ഇതുവരെ കയറിയിട്ടില്ലാത്ത കഴുത ആദ്യം അതിൻ്റെ പുറത്ത് കയറുമ്പോൾ അതിന് ബഹളി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുണ്ടാകാതിരിക്കാൻ വേണ്ടി തള്ളയെയും കൂടി കൊണ്ടുവന്നതാണ്, അപ്പോൾ ശാന്തമായിരിക്കും എന്നുമാവട്ടെ. ഇവിടെ കഴുതയുടെ എണ്ണമല്ല പ്രശ്നം, കഴുത എന്ന മൃഗമാണ്. നമ്മൾ സാധാരണ കഴുതയെ വിഡ്ഢിത്തത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുക. പക്ഷേ ബൈബിളിൽ കഴുത
ഭോഷത്വത്തിൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ അടയാളമല്ല. കഴുത ഒരു രാജകീയ മൃഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാക്കന്മാർ കുതിരപ്പുറത്താണ് സഞ്ചരിക്കുക. കുതിരപ്പുറത്ത് സഞ്ചരിച്ച് യുദ്ധം ചെയ്ത് ജയിച്ചു വരുമ്പോൾ അവൻ കഴുതയുടെ പുറത്താകും വരുന്നത്. അപ്പോൾ കഴുത രാജകീയ മൃഗമാണ്. സമാധാനം സ്ഥാപിച്ച് വിജയശ്രീലാളിതനായി കടന്നു വരുന്ന രാജാവിനെ കഴുതപ്പുറത്താണ് എഴുന്നള്ളിക്കുക. ഇത് വളരെ വ്യക്തമായി നമുക്കറിയാം. സോളമൻ്റെ സ്ഥാനാരോഹണത്തിൽ സോളമനെ രാജാവായി അഭിഷേകിക്കുമ്പോൾ ദാവീദ് തന്നെ പറയും, എൻ്റെ കഴുതയുടെ പുറത്ത് അവനെ എഴുന്നള്ളിക്കണം. അപ്പോൾ രാജാവിൻ്റെ കഴുതപ്പുറത്ത് വരുന്നവൻ രാജാവാണ്. പക്ഷേ ആ രാജാവിന് പ്രത്യേകതയുണ്ട്. അവൻ യുദ്ധം ചെയ്യാനല്ല, സമാധാനം സ്ഥാപിച്ചതിന് ശേഷമാണ് വരിക. അപ്പോൾ യേശു കടന്നു വരുന്നത് വിനയാന്വിതനായി കഴുതപ്പുറത്ത്. അവൻ സമാധാനം സ്ഥാപിച്ചവനായിട്ടാണ് കടന്നു വരുന്നത്. ഇതാണ് കഴുതയുടെ. ഇവിടെ യേശു ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് ഓർക്കുക. ഇതുവരെ ഒരു ചെറിയ അത്ഭുതം ചെയ്താൽ പോലും, അല്ലെങ്കിൽ എത്ര വലിയ അത്ഭുതമാണെങ്കിലും അത് ആരോടും പറയരുത് എന്ന് യേശു നിർബന്ധപൂർവ്വം പറയാറുണ്ടായിരുന്നു. യേശുവിനെ രാജാവാക്കാനായി ജനങ്ങൾ വന്നപ്പോൾ അവൻ മലയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ഈ ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ ഇവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ രാജാവായി വാഴിക്കാൻ ജനങ്ങൾ വരുന്നു മനസ്സിലാക്കിയ യേശു ശിഷ്യന്മാരെ വേഗം കടലിലേക്ക് പറഞ്ഞയച്ചു. അവൻ തനിയെ മലയിലേക്ക് മാറി. ഒരു കാരണവശാലും പബ്ലിസിറ്റി യേശു സ്വീകരിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് വീണ്ടും വീണ്ടും വിലക്കിയിരുന്നു. മെസ്സിയാനിക് സീക്രട്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. താൻ മിശിഹായാണെന്ന കാര്യം രഹസ്യമായി സൂക്ഷിക്കണം. അപ്പസ്തോലന്മാർ പറഞ്ഞു, നീ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ ഇത് ആരോടും പറയരുത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ആരോടും പറയരുത് എന്ന് പറഞ്ഞത് വ്യക്തി ഇപ്പോൾ യേശു തന്നെ മുൻകൈയെടുത്ത് ഒരു വലിയ ആഘോഷത്തിന് വേദിയൊരുക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതുവരെ ഉണ്ടായിരുന്ന രഹസ്യത്തിൻ്റെ സമയം കഴിഞ്ഞു. പരസ്യമായി പ്രത്യക്ഷപ്പെടാനുള്ള അവസരമാണ്. ഈ അവസരം കൂടി ഓർക്കണം. പെസഹ കാലമാണ്. പെസഹ കാലം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ തിരുനാളിൻ്റെ അവസരമാണ്. വലിയ ഓർമ്മകൾ, വലിയ പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്ന അവസരമാണിത്. ഇസ്രായേൽക്കാർക്ക് പ്രധാനമായും 3 തിരുനാളുകളാണുള്ളത്. പെസഹ, അത് പുറപ്പാട് സംഭവത്തെ അനുസ്മരിക്കുന്നതാണ്. പെന്തക്കോസ്ത എന്ന് പറയും, അത് സീനായ് മലയിലെ ഉടമ്പടി അനുസ്മരിക്കുന്നതാണ്. 3-ാമത്തേത് കൂടാര തിരുനാൾ. ഈ 3ഉം പുറപ്പാട് സംഭവമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് സീനായിൽ വെച്ച് ദൈവത്തിൻ്റെ ജനമായി മാറി കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ആ സംഭവമായി ബന്ധപ്പെട്ടതാണ് ഈ 3 തിരുനാളുകളും. ഈ തിരുനാളുകളിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും പെസഹ തിരുനാളാണ്. എല്ലാ യഹൂദരും പെസഹായ്ക്ക് ജെറൂസലത്തിൽ വരാൻ ആഗ്രഹിക്കും. അകലെയുള്ളവർ ആണ്ടിലൊരിക്കൽ സാധിക്കില്ലെങ്കിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഏകദേശം 1,00,000-ൽ താഴെ ആളുകളാണ് യേശുവിൻ്റെ കാലത്ത് ജെറൂസലത്ത് വാസമുണ്ടായിരുന്നത്. 75,000-നും 1,00,000-നും ഇടയ്ക്കെന്നാണ് പൊതുവെ കണക്ക് പറയുക. പക്ഷേ പെസഹ കാലമാകുമ്പോൾ ഇത് 5 ഇരട്ടിയാകും. ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം ആളുകളെങ്കിലും ഈ ജെറൂസലം പട്ടണത്തിൽ പെസഹ കാലത്തുണ്ടാകും. ഇത്ര വലിയ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് യേശു വളരെ നിർണായകമായ തീരുമാനത്തോടു കൂടി മനഃപൂർവ്വം കടന്നു വരികയാണ്. ഓർക്കണം, യേശുവിൻ്റെ യാത്ര ഒലിവ് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ജെറൂസലത്തെ ദേവാലയത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒലിവ് മലയിൽ നിൽക്കുമ്പോൾ തന്നെ പട്ടണം മുഴുവനും കാണാം. ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ വരുന്നു. യേശു ആണ് മുൻകൈ എടുക്കുക. യേശു കഴുതയെ വരുത്തി കഴുതപ്പുറത്ത് കയറിയിരുന്നു. അവർ വസ്ത്രങ്ങൾ വിരിച്ചു നേരത്തെ ഒരുക്കിയതൊന്നുമല്ല. ഇതിനുവേണ്ടി ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ടി നേരത്തെ ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആകപ്പാടെ ഒരു കഴുതയെ കണ്ടെത്തുക മാത്രമാണ് ചെയ്തത്. അത് സ്വന്തമായി കഴുതി ഉണ്ടായിരുന്നില്ല, വാടകയ്ക്ക് എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ അഴിക്കുന്നത് ചോദിച്ചാൽ കർത്താവിന് ഇതുകൊണ്ട് ആവശ്യമുണ്ട്, അവൻ തിരിച്ച് വിട്ടുതരും. ഇങ്ങനെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതപ്പുറത്ത് യേശു ജെറൂസലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ ജനങ്ങളുടെ മധ്യത്തിലുണ്ടാവും. അവർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഓർക്കുക, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഓർക്കുക. അവർ മരച്ചില്ലകൾ മുറിച്ച് വഴിയിൽ വിതറി, തങ്ങളുടെ വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിരിച്ചു. ഇതെല്ലാം ഒരു സങ്കീർത്തനത്തിൻ്റെ അനുസ്മരണമാണ്. 118-ാം സങ്കീർത്തനത്തിൽ വിജയിയായ രാജാവിന് വേണ്ടി, വിജയത്തിനു വേണ്ടി കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 118-ാം സങ്കീർത്തനം. ആ 118-ാം സങ്കീർത്തനത്തിൽ 25-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പാടുക: കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം തരണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. 27-ാമത്തെ വാക്യം: കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ.
മരച്ചില്ലകളേന്തി പ്രദക്ഷിണം നടത്തുന്നത് വിജയിച്ചു വരുന്ന രാജാവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് 118 സങ്കീർത്തനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അവർ വിളിച്ചു പറയുന്നത് ഹോസാന, ഹോഷയ ന, ഹോഷയ ന, കർത്താവെ രക്ഷിക്കണമേ എന്നാണ് അർത്ഥം. ന എന്ന് പറഞ്ഞാൽ നെയാണ്. കർത്താവെ രക്ഷിക്കണമേ. ഇപ്പോൾ മിശിഹായെ അയച്ച്, രാജാവിനെ അയച്ച് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന രാജാവിനെ എതിരേൽക്കുന്ന ഒരു വലിയ ജൈവിളി പോലെയായി. ഇപ്പോൾ ഈ ഒരു അനുസ്മരണമാണ് ജനങ്ങളുടെ മധ്യത്തിലുള്ളത്. അവർ രാജാവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി നമുക്കറിയാം. യേശുവിൻ്റെ കാലത്ത് പുകയുന്ന ഒരു ഭക്തിവർദ്ധം പോലെയായിരുന്നു പലസ്തീന. റോമക്കാരുടെ ഭരണം മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾ തങ്ങളെ രക്ഷിക്കാനായി ഒരു മിശിഹ വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. രാജാവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പണ്ട് മുതലേ തുടങ്ങിയതാണ്. യാക്കോബിൻ്റെ ആശീർവാദം, യൂദായ്ക്ക് കൊടുത്ത ആശീർവാദത്തിൽ തുടങ്ങുന്നതാണ് ഈ രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ. യൂദായിൽ നിന്ന് ഒരു രക്ഷകൻ വരുമെന്നുള്ള പ്രതീക്ഷ, രാജാവ് വരുമെന്ന്. അത് പിന്നീട് സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ ബാലാമിൻ്റെ പ്രവചനമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. യൂദായിൽ നിന്ന് ചെങ്കോലുടെ ഉയരും, ഒരു നക്ഷത്രം ഉദിക്കും, ചെങ്കോല് നക്ഷത്രവും. അത് പിന്നീട് വളരെ വളരെ കൃത്യമായി ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് വരുന്ന രാജാവായിരിക്കുമെന്ന് സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 7-ാം അധ്യായം നാഥാൻ്റെ പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രവചനം, നാഥാൻ്റെ പ്രവചനം. ദാവീദിൻ്റെ ഗോത്രത്തിൽ ഒരു രാജാവ് വരും, എന്നേക്കും അവൻ സിംഹാസനത്തിലായിരിക്കും, ഒരിക്കലും അസ്തമിക്കാത്ത ഒരു രാജാവ് ഉണ്ടായിരിക്കും. പക്ഷേ കാലക്രമത്തിൽ രാജാവില്ലാണ്ടായി, ദാവീദിൻ്റെ രാജ്യം ഒരു അടിമത്തത്തിലായി. പക്ഷേ പ്രതീക്ഷകൾ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. യേശയ്യായുടെ പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ കാണുന്നത്. യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവനായിരിക്കും രാജാവ്. 9-ഉം 11-ഉം അധ്യായങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ച് യേശയ്യാ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും ആമോസിലും മിക്കായിലും സഖറിയായിലും ഒക്കെ ഈ പ്രവചനങ്ങളുണ്ട്. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയും, ബെത്ലഹത്തായിരിക്കും ജനിക്കുക. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഒരു കാത്തു സൂക്ഷിച്ചിരുന്നു. അനേകം വാഗ്ദാനങ്ങളിൽ അടിയുറച്ച രക്ഷകനെ സംബന്ധിച്ച പ്രതീക്ഷ, ആ പ്രതീക്ഷയുടെ സഫലമായിരിക്കുന്നു എന്നെടുത്തു കാണിക്കുകയാണ് ഇവരുടെ ജൈവിളികളിലൂടെ. അവർ വിളിക്കുന്നത് നോക്കൂ എന്താണെന്ന്. മുമ്പിലും പിമ്പിലും പോയിരുന്നവർ ആർത്തു വിളിച്ചു, ദാവീദിൻ്റെ പുത്രൻ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. ദാവീദിൻ്റെ പുത്രൻ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ എന്നൊക്കെ പറയുന്ന രാജാവിനാണ്. അപ്പോൾ യേശുവിനെ രാജാവായി ഏറ്റുപറയുകയാണ്. ഇപ്പോൾ രാജാവായി ഏറ്റുപറയുന്നത് യേശു തിരസ്കരിക്കുന്നില്ല എന്നല്ല, മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നു. ആരാണ് ഇത് ഏറ്റുപറഞ്ഞത്? യേശുവിൻ്റെ കൂടെ വന്നവരാണ്, അകലെ നിന്ന് വന്നവരാണ്. ജെറൂസലം യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ കാണും, ജനക്കൂട്ടം പറഞ്ഞ് അവൻ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും, അവൻ ജെറൂസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി അസ്വസ്ഥമായി. യേശുവിൻ്റെ ജനനത്തിലും ഇത് തന്നെ സംഭവിച്ചു. കിഴക്കുന്ന ജ്ഞാനികൾ ഒന്ന് ചോദിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? അത് കേട്ട് ഹേറോദേസ് നഗരം മുഴുവനും അസ്വസ്ഥമായി, സ്വീകരിക്കാൻ സന്നദ്ധമല്ല. നമുക്കറിയാം പിന്നീട് സംഭവിക്കുന്നത് ആ ശിശുവിനെ വധിക്കാൻ വേണ്ടിയുള്ള ദീർഘമായ ശിശുഹത്യ. അപ്പോൾ നഗരം മുഴുവനും അസ്വസ്ഥമായി. ഇത് മറ്റൊരു തരത്തിലാണ് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം. ജനം മുഴുവനും ആർത്തു വിളിക്കുന്നു. ഒലിവുമലയുടെ കയറ്റത്തിൽ നിന്നുകൊണ്ട് ജെറൂസലം പട്ടണം കാണുമ്പോൾ ചുറ്റുപാടും ആർത്തിരമ്പുന്ന ജനക്കൂട്ടത്തിൻ്റെ ജൈവിളികളിലല്ല യേശു ശ്രദ്ധിക്കുന്നത്, അകലെയുള്ള ദേവാലയത്തിലും നഗരത്തിലുമാണ്. 19-ാമത്തെ അധ്യായം ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങൾ മഹത്വം എന്നവർ വിളിച്ചു പറഞ്ഞു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഫരിസേയർ യേശുവിനോട് പറയുന്നു, ശിഷ്യന്മാരെ ശാസിക്കുക. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? പറയുന്നത് അപകടകരമായ കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ കൂടെ
ജൈവിളികളും അരച്ചില്ലകളും ജൈവിളികളും ഹോസാൻ വിളികളുമായി കടന്നു വരുമ്പോൾ അകലെ നോക്കി നിൽക്കുന്ന റോമൻ പടയാളികളുണ്ട്. അന്തോണിയ കോട്ടയിൽ 500-ലധികം പടയാളികൾ കാവൽ നിൽക്കുന്നുണ്ട്. ഏത് സമയത്തും ഇടപെടാനും ഏത് വിപ്ലവത്തെയും അടിച്ചമർത്താനും സന്നദ്ധമായി സജ്ജീകൃതരായി നിൽക്കുന്ന സൈന്യമുണ്ട്. അതുകൊണ്ടാണ് പറയുക, ഗുരു അപകടമാണ്, ഈ വിളിച്ചു പറയുന്ന അപകടമാണ്. റോമക്കാരിടപെടും, പക്ഷേ യേശു അത് സ്വീകരിക്കുന്നില്ല. ഇവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. പിന്നീട് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് യേശു കൊടുക്കുന്നത്. ഈ കല്ലുകൾ ആർത്തു വിളിക്കും. തകർന്നു വീണ് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അത് യേശു വ്യക്തമാക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 41 മുതലുള്ള വാക്യങ്ങളിൽ. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന രക്ഷകനെ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ നഗരത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് ഇത് AD 30 സംഭവിക്കുക. 40 വർഷം കഴിയുമ്പോൾ AD 70 റോമക്കാർ തന്നെ ഈ പട്ടണം പരിപൂർണമായി നശിപ്പിക്കും. യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ സന്നദ്ധമായത് ഒരു ശിഷ്യഗണം മാത്രമാണ്. പക്ഷേ അവർക്ക് പോലും മനസ്സിലായോ തങ്ങൾ എന്താണ് ചെയ്യുന്നത്, എപ്രകാരമുള്ള രാജാവിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, യേശു രാജാവാണെങ്കിൽ എന്തു തരത്തിലുള്ള രാജ്യമാണ് അവൻ സ്ഥാപിക്കുക, അതിൻ്റെയൊന്നും അർത്ഥം അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കിയില്ല. യോഹന്നാനും പറയും, തങ്ങൾ ചെയ്തെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. നമ്മൾ ഓർക്കണം, യേശു രാജാവാണെന്ന് ഏറ്റു പറയുമ്പോൾ അത് ദാവീദിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചു മറ്റൊരു സാമ്രാജ്യം സ്ഥാപിക്കുന്ന രാജാവല്ല യേശു. യേശു പിന്നീട് പറയും, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമാണെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ എൻ്റെ പടയാളികൾ എനിക്ക് വേണ്ടി പടപൊരുതുമായിരുന്നു. ഇവിടെ പടപൊരുതി ജയിക്കുന്ന ഒരു രാജാവല്ല. ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അധികാരം സ്ഥാപിക്കുന്ന രാജാവുമല്ല. അത് യേശു മരുഭൂമിയിൽ വെച്ച് തന്നെ തിരസ്കരിച്ചതാണ്. നീ എന്നെ കുമ്പിട്ട് ആരാധിക്കൂ, ഈ മഹത്വം മുഴുവൻ നിനക്ക് ഞാൻ തരാമെന്ന് പ്രലോഭകൻ യേശുവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചതാണ് ലോകം മുഴുവനും. യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. യേശു സ്ഥാപിക്കുന്നതും യേശു ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതും ദാവീദിൻ്റെ സിംഹാസനമോ ദാവീദിൻ്റെ രാജ്യമോ അല്ല, ദൈവരാജ്യമാണ്. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുന്ന, എല്ലാവർക്കും പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്ന, ആരും ആരുടെ മേലും ആധിപത്യം അടിച്ചേൽപ്പിക്കാത്ത, എല്ലാവരും ദൈവത്തെ പിതാവായി കാണുന്ന, സ്വയം സഹോദരങ്ങളായി പരസ്പരം കാണുന്ന ആ ഒരു വലിയ ഒരു വ്യവസ്ഥയിലേക്കാണ്, അഥവാ സംവിധാനത്തിലേക്കാണ്, അഥവാ മനോഭാവത്തിലേക്കാണ് യേശു വരുന്നത്. അപ്പോൾ യേശു രാജാവായി കടന്നു വരുന്നത് സമാധാനം സ്ഥാപിക്കാനാണ്. അവൻ പടവില്ലൊടിക്കുമെന്നും വാള് കൊഴുവാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങളുടെ യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ യേശു കടന്നു വരുന്നത് കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്താണ്. സമാധാനം സ്ഥാപിക്കാനാണ്. വിജയശ്രീ ലാളിതനാണ്. വിജയമെന്ന് പറഞ്ഞാൽ റോമക്കാർക്കെതിരെയുള്ള വിജയമല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും തിന്മയുടെ സകല ശക്തികളുടെയും മേലുള്ള വിജയമാണ് യേശു പ്രഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോശാന വിളിക്കുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അർത്ഥമാക്കണം, അർത്ഥം മനസ്സിലാക്കണം. ഇതൊരു വലിയ ആഘോഷത്തിൻ്റെ മാത്രം അവസരമല്ല, ഇതൊരു വലിയ ആത്മശോധനയുടെ അവസരം കൂടിയാണ്. ഞാൻ യേശുവിനെ രാജാവായിട്ട് പറയുന്നെങ്കിൽ എപ്രകാരമാണ് ഞാൻ യേശുവിനെ സ്വീകരിക്കുക, എന്തു തരത്തിലുള്ള രാജ്യത്വമാണ് ഞാൻ പ്രതീക്ഷിക്കുക? മറ്റുള്ളവരുടെ മുമ്പിൽ വലിപ്പം പ്രകടിപ്പിക്കുന്ന ആഡംബരത്തിൻ്റെതായ ഒരു രാജ്യത്വമല്ല ഇത്. മറ്റുള്ളവരെ അടിമകളാക്കുന്ന ആധിപത്യത്തിൻ്റെതായ രാജ്യത്വമല്ല. എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിക്കുന്ന, എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായി കണ്ട് ആദരിക്കുന്ന, നിങ്ങളെല്ലാവരും എന്നേക്കാൾ വലിയവരാണെന്ന് സമ്മതിക്കുന്ന ആ ഒരു മനോഭാവമാണ് ആവശ്യം. യേശുവിനെ രാജാവായി ഏറ്റുപറയും. അങ്ങനെ രാജ്യം വരണമേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹോശാന ഞായറാഴ്ച ആരംഭിക്കുന്നത് ഈ രാജ്യസ്ഥാപനത്തിൻ്റെ അവസാനത്തെ പടിയാണ്. യേശു എപ്രകാരമാണ് അത് സ്ഥാപിക്കുന്നത് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണും. പക്ഷേ ഇവിടെ ഓർത്തിരിക്കുക, യേശു വരുന്നത് സമാധാനം നൽകാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കും വരുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ലോകത്തിലേക്ക്. വലിയ അസമാധാനത്താൽ, ഭയങ്ങളാൽ, ഭീകരതയാൽ കലുഷിതമായ നമ്മുടെ സമൂഹത്തിലേക്ക് യേശു കടന്നു വരുന്നു സമാധാനവും കൊണ്ട്. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുക, അവിടുത്തെ മനോഭാവം സ്വന്തമാക്കാൻ ശ്രമിക്കുക. അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ എൻ്റെ രാജാവായി ഞാൻ സ്വീകരിക്കുന്നു. സമാധാനത്തിൻ്റെ, നീതിയുടെ, ശാന്തതയുടെ, സഹോദര സ്നേഹത്തിൻ്റെ ആ ഭരണം ഞങ്ങളിൽ വരണമേ, ഒരു യാഥാർത്ഥ്യമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ,
അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദാവീദിൻ്റെ പുത്രനായി രാജാവായി അവിടുന്ന് അയച്ചു. അവിടുന്ന് ഇപ്പോഴും ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഓരോ മനുഷ്യ വ്യക്തിയിലേക്കും ഓരോ സമൂഹത്തിലേക്കും ഓരോ ദിവസവും കർത്താവായ ഈശോയെ അവിടുന്ന് കടന്നു വരുന്നു. അങ്ങയെ തിരിച്ചറിയാൻ, അങ്ങയുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ, അതനുസരിച്ച് അങ്ങയെ ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ ലോകത്തും അവിടുന്ന് തന്നെ രാജാവായിരിക്കണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ തിരുഹിതം എപ്പോഴും പൂർത്തിയാവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര